ഹലോ എവ്രി വൺ, എല്ലാവർക്കും 21 ഡേ ചലഞ്ചിൻ്റെ 9ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസിയെ പറ്റിയിട്ടാണ്. കൺസിസ്റ്റൻസി ഓവർ മോട്ടിവേഷൻ, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്താണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്, അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് മോട്ടിവേഷൻ കൊണ്ടിട്ടാണ്, അല്ലേ? മോട്ടിവേഷനും ഇൻസ്പിറേഷനും കൊണ്ടാണ് നമ്മളൊരു സാധനം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പക്ഷേ ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതൊരിക്കലും മോട്ടിവേഷൻ മാത്രമല്ല, കൺസിസ്റ്റൻസിയും കൂടെ ഉള്ളപ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ദൈർഘ്യമേറിയ ഒരു കാര്യമാണെങ്കിൽ, കുറച്ച് ഡ്യൂറേഷൻ നിൽക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വേണ്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. കാരണം മോട്ടിവേഷൻ വെച്ച് നമ്മൾ തുടങ്ങുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെയുള്ള കാര്യങ്ങളാകുമ്പോൾ, മൊണോട്ടോണസ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കാനുള്ള സാധ്യതയുണ്ട്. മടുക്കും തോറും നമ്മുടെ മോട്ടിവേഷൻ കുറയും, അല്ലേ? അപ്പോൾ മോട്ടിവേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ കൺസിസ്റ്റൻസി കുറയും, അല്ലേ? അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവാം, അതൊരു തുടക്കത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് മോട്ടിവേഷൻ വേണ്ടി വരുന്നത്. പക്ഷേ അതിനുശേഷം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിക്കുമ്പോഴും ഓരോ ദിവസവും നമ്മളുടെ നോളജ് ആഡ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനകത്ത് ഒരു വലിയ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പല ആഗ്രഹങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയുടെ ഇൻസ്പിറേഷൻ കൊണ്ടും മോട്ടിവേഷൻ കൊണ്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു പരിപാടിയിലേക്ക്. തുടക്കം കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ കഴിയുമ്പം ഒക്കെ ഇത് കുറച്ചൊരു ബോറിംഗ് എക്സസൈസ് ആയിട്ടും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസ് ആയിട്ടും ഒക്കെ മാറി തുടങ്ങും. ആ സമയത്ത് നമ്മളുടെ പ്രിപ്പറേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം ഓരോ ദിവസവും വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ ടെസ്റ്റുകൾ എടുക്കുന്നു, അതേപോലെ കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നു, എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ, ആദ്യത്തെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കുറവായിരിക്കും ഇനീഷ്യലി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാജ്വലി കുറേ കാലം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്കിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി വേണം, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പ്രിപ്പറേഷനിൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഇതാണ് നിങ്ങളുടെ 9ാമത്തെ ദിവസത്തെ ചലഞ്ച്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്.